ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സ്ലീവായുടെ അടയാളത്താൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുവിശേഷം കോർത്തോരാനൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. 1 തെസ്സലോനിക്ക 5:17. 1 തെസ്സലോനിയൻസ് chapter 5 verse 17. ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിക്ക 5:17 അത്രേ നമ്മൾ വായിക്കുന്നുള്ളൂ. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രേ കണ്ടിന്യൂസ്ലി. എപ്പോഴും പ്രാർത്ഥന ഉണ്ടാകട്ടെ. മുഴുവൻ സമയവും മറ്റൊരു ജോലിയും ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ എന്നാണ്. എപ്പോഴും ഹൃദയങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ജപമാല. മിശിഹായുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ 20 രഹസ്യങ്ങളായി ധ്യാനിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന സുന്ദരമായ പ്രാർത്ഥന ജപമാല. ഈ 8 നോമ്പ് കാലത്ത് പരിശുദ്ധ അമ്മയെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കൊന്ത ഭക്തിയെ, ജപമാല ഭക്തിയെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകണം. കയ്യിൽ ഒരു ജപമാല സൂക്ഷിക്കാൻ, യാത്രയിൽ ഒരു ജപമാല കയ്യിൽ കരുതാൻ, പ്രാർത്ഥനയുടെ നേരത്ത് ഈ ജപമണികൾ ഉരുട്ടി നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മിശിഹാ രഹസ്യങ്ങളെ, അവൻ്റെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങളെ ധ്യാനിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ അടുത്ത നാളുകളിൽ ഒരു യുവാവ് ചോദിച്ചത്, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താണ് ഓർക്കേണ്ടത് ജപമാലയിൽ? അങ്ങനെ എന്തെങ്കിലും ഓർത്ത് ബുദ്ധി ഉപയോഗിച്ച് ചൊല്ലേണ്ടതല്ല ജപമാലയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചൊല്ലിയാൽ ആവർത്തനം വിരസമാകും. എന്തിനാണിത് ഇത്ര പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ബുദ്ധിയിൽ ഇത് മനസ്സിലാക്കുമ്പോഴും, തിരുവചനമാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴും അത് ഹൃദയത്തിൻ്റെ വ്യാപാരമാകട്ടെ. ഹൃദയം കൊണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് ഈ പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കി നമുക്കിത് ചൊല്ലാൻ കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, തിരുസഭയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് രക്ഷാക രഹസ്യങ്ങളെ ധ്യാനിക്കാൻ ജപമാല പ്രാർത്ഥന ഞങ്ങൾക്കായി ഒരുക്കി നൽകിയ കാരുണ്യമേ, നിനക്ക് നന്ദി. ജപമാലയുടെ കണ്ണികൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ജപമാല പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും സഭയും ഐക്യപ്പെടട്ടെ കർത്താവേ. ജപമാലയുടെ അറ്റത്തുള്ള സ്ലീവ ഞങ്ങൾക്കെപ്പോഴും സംരക്ഷണമായി ഭവിക്കട്ടെ. ഓരോ തവണയും ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്നെ കുറെ കൂടെ സ്നേഹിക്കാനും കർത്താവെ നിന്നിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാനും ഞങ്ങളെ സഹായിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും
ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളിൽ